നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ഏറ്റവും വിശ്വാസമുള്ള നിക്ഷേപമാണല്ലോ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. ബാങ്കുകളേക്കാൾ കൂടുതൽ പലിശ കിട്ടും എന്നുള്ളത് കൊണ്ട് പലരും ഓടിപ്പോയി അക്കൗണ്ട് തുടങ്ങാറുണ്ട്. പക്ഷേ വലിയ പലിശ കിട്ടുമെന്ന് കരുതി പണം നിക്ഷേപിക്കുമ്പോൾ നമ്മൾ അറിയാതെ വരുത്തുന്ന ചില ചെറിയ തെറ്റുകൾ കാരണം കിട്ടേണ്ട ലാഭം ഇല്ലാതാകുകയോ അല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരികയോ ചെയ്യാറുണ്ട്. 2026 പോസ്റ്റ് ഓഫീസ് പദ്ധതികളിൽ ചേരുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ഒഴിവാക്കേണ്ട 5 തെറ്റുകളെ കുറിച്ചാണ് ഇത് നമ്മൾ സംസാരിക്കുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നഷ്ടപ്പെട്ടേക്കാം. ആദ്യത്തെ തെറ്റ്, നോമിനേഷൻ അഥവാ അവകാശിയെ വെക്കാതിരിക്കുക എന്നതാണ്. പണ്ട് ഇതൊരു നിർബന്ധമുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ അവകാശിയുടെ പേര് നൽകണം. പണം നിക്ഷേപിച്ച ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ തുക കുടുംബത്തിന് എളുപ്പത്തിൽ കിട്ടാൻ ഇത് സഹായിക്കും. പലരും ഇത് പിന്നീട് ചെയ്യാമെന്ന് കരുതി മാറ്റിവെക്കും. പക്ഷേ പിന്നീട് നോമിനിയെ മാറ്റാനോ ചേർക്കാനോ പോയാൽ 50 രൂപയും നികുതിയും ഫീസായി നൽകേണ്ടി വരും. അതുകൊണ്ട് അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായി അവകാശിയെ ചേർക്കുക. രണ്ടാമത്തെ കാര്യം, പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യുക എന്നതാണ്. 2026 നിയമങ്ങൾ വളരെ കർശനമാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ 50,000 രൂപയിൽ കൂടുതൽ ബാലൻസ് ഉണ്ടെങ്കിലോ 1 വർഷം 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഇടപാട് നടക്കുന്നുണ്ടെങ്കിലോ പാൻ കാർഡ് നിർബന്ധമാണ്. പാൻ കാർഡ് ആയില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിക്കും. അക്കൗണ്ട് ബ്ലോക്ക് ആയാൽ പിന്നെ പലിശ കിട്ടില്ല എന്ന് മാത്രമല്ല, അത് ശരിയാക്കാൻ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ഈ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ വലിയ തെറ്റ്, പലിശ വാങ്ങാൻ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാതിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ മന്ത്ലി ഇൻകം സ്കീമിലോ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ സ്കീമിലോ പണം ഇട്ടു എന്ന് കരുതുക. ഇതിന്റെ പലിശ കൃത്യസമയത്ത് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ട് കൂടി അവിടെ തുടങ്ങണം. പലിശ പണം സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റിയില്ലെങ്കിൽ ആ തുകയ്ക്ക് നിങ്ങൾക്ക് അധിക പലിശയൊന്നും കിട്ടില്ല. വെറുതെ പോസ്റ്റ് ഓഫീസിൽ പണം കിടക്കുന്നു മാത്രം. അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ അതിന് 4% പലിശയെങ്കിലും നിങ്ങൾക്ക് അധികമായി കിട്ടും. നാലാമതായി ശ്രദ്ധിക്കേണ്ടത് നിക്ഷേപ പരിധിയാണ്. 2026 കണക്ക് പ്രകാരം സുകന്യ സമൃദ്ധി യോജനയിലും PPF 1 വർഷം 1.5 ലക്ഷം രൂപ വരെ മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ. ഇതിൽ കൂടുതൽ പണം ഇട്ടാൽ ആ അധിക തുകയ്ക്ക് നിങ്ങൾക്ക് പലിശ കിട്ടില്ല. അത് വെറുതെ അവിടെ കിടക്കുകയുള്ളൂ. അതുപോലെ MIS പദ്ധതിയിൽ ഒരാൾക്ക് പരമാവധി 9 ലക്ഷം രൂപയും ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ 15 ലക്ഷം രൂപയും മാത്രമേ നിക്ഷേപിക്കാൻ കഴിയൂ. ഈ പരിധി തെറ്റിച്ചാൽ അധികമുള്ള പണം തിരികെ തരും, പക്ഷെ അതിന് പലിശ കിട്ടില്ല. അഞ്ചാമത്തെ കാര്യം, കാലാവധിക്ക് മുൻപ് പണം പിൻവലിക്കുന്നതാണ്. പോസ്റ്റ് ഓഫീസ് പദ്ധതികൾക്ക് ഒരു നിശ്ചിത കാലാവധിയുണ്ട്. ഉദാഹരണത്തിന് സ്ഥിര നിക്ഷേപം 1 വർഷം തികയുന്നതിന് മുൻപ് പിൻവലിച്ചാൽ സേവിങ്സ് അക്കൗണ്ടിന്റെ പലിശ മാത്രമേ കിട്ടൂ. സീനിയർ സിറ്റിസൺ സ്കീമിൽ 1 വർഷത്തിന് ശേഷം പണം പിൻവലിച്ചാൽ നിക്ഷേപിച്ച തുകയുടെ 1.5% പിഴയായി ഈടാക്കും. അതുകൊണ്ട് പണം നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കാലം അതവിടെ ഇടാൻ പറ്റുമെന്ന് കൃത്യമായി ആലോചിക്കണം. നിങ്ങൾ സ്ഥിരമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. എല്ലാ 3 മാസത്തിലും പലിശ നിരക്കുകളിൽ മാറ്റം വരാം. അതുകൊണ്ട് തന്നെ നിലവിൽ 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ സുകന്യ സമൃദ്ധിക്ക് 8.2%, സീനിയർ സിറ്റിസൺ സ്കീമിന് 8.2% പലിശ ലഭിക്കുന്നുണ്ട്. ഇത് എപ്പോൾ വേണമെങ്കിലും മാറാം. അതുകൊണ്ട് നിക്ഷേപിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി അന്നത്തെ പലിശ നിരക്ക് ചോദിച്ച് മനസ്സിലാക്കുക. ഫോം പൂരിപ്പിക്കുമ്പോൾ പേരും മേൽവിലാസവും ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും പണം പിൻവലിക്കുന്ന സമയത്ത് അത് വലിയ തലവേദനയാകും. ഒപ്പിടുമ്പോഴും ഒരേപോലെ തന്നെ ഒപ്പിടാൻ ശ്രദ്ധിക്കുക. പഴയ ആളുകൾക്ക് ഒപ്പിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിരലടയാളം പതിപ്പിക്കുന്നത് നന്നായിരിക്കും. പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പാസ്ബുക്ക് വാങ്ങി അതിൽ തുക രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് 1 രൂപ പോലും നഷ്ടമില്ലാതെ നല്ല ലാഭം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഉണ്ടാക്കാം. ഒരിക്കലും നിങ്ങളുടെ OTP നമ്പറുകളോ പാസ്വേഡുകളോ ആർക്കും കൈമാറരുത്. പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥർ ഫോണിലൂടെ ഇത്തരം വിവരങ്ങൾ ചോദിക്കില്ല. സുരക്ഷിതമായി നിക്ഷേപിക്കുക, ലാഭം നേടുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം.